വൈപ്പിൻ ജോഗേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെയും ഹെൽത്ത് ക്ലബിന്റെയും 4ാമത് സംയുക്ത വാർഷികം മാലിപ്പുറം ഓപ്പൺ ജിം വേദിയിൽ നടന്നു. വാർഷിക സമ്മേളനം KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്നെ വിളിച്ചത് വേറെ ഒരുപാട് കാര്യങ്ങൾ ഉപതാവിൽ ധരിപ്പിക്കാനാണെന്നുള്ളത് സ്വാഗത പ്രസംഗത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ക്ലബിന്റെ ഭാരവാഹികൾ വളരെ വൈകിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറും 3 മാസങ്ങൾ മാത്രം എൻ്റെ കാലാവധി അവശേഷിക്കുന്നതിനിടയിൽ നമ്മുടെ എല്ലാ ഫണ്ടുകളും അത് പൂർണ്ണമായി വിനിയോഗിക്കുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും പൂർണ്ണമാക്കി ഞാനും ഈ പറഞ്ഞ പോലെ വിശ്രമത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്കിവിടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം എന്തെല്ലാം ചെയ്യാൻ കഴിയും നിയമത്തിനകത്ത് നിന്നുകൊണ്ടും അതുപോലെ പരിസ്ഥിതിക്ക് ഇണങ്ങിയും നിയമാനുസൃതം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഭാവിയിലേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുന്നതിന് ഞാൻ മുൻകൈ എടുക്കും എന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ തന്നെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഒന്ന് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അതുവഴിയല്ലേ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും നമ്മുടെ വൈപ്പിൻകരയ്ക്കൊരു പ്രത്യേകത, ഭൂവിസ്തൃതിയിലെല്ലാം വളരെ ചുരുങ്ങിയൊരു പ്രദേശമാണെങ്കിലും എല്ലാ തരത്തിലുമുള്ള കായിക വിനോദങ്ങളുടെയും ഒരു ഉറവിടമാണ്. അല്ലെങ്കിൽ അതിനെല്ലാമുള്ള കായിക താരങ്ങൾ, അതുകൊണ്ടുള്ള സാധ്യതകളെല്ലാം മഹത്തായ ഗ്രീസിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോഴും മാരത്തൺ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണിത്. എന്തായാലും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും തീർച്ചയായിട്ടും നൽകും എന്ന് മാത്രം വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ നന്മകളും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓപ്പൺ ജിമ്മിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻകൈയെടുക്കുമെന്ന് MLA യോഗത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് ജോസ് സൈമൺ അധ്യക്ഷത വഹിച്ചു. മാലിപ്പുറം സെന്റ് ജോസഫ് പള്ളി വികാരി റോക്കി ജോസ്ലിൻ സ്നേഹ സന്ദേശം നൽകി. ക്ലാസ് കഴിഞ്ഞു വന്നാല് കളിക്കാൻ വേണ്ടി ഓടിപ്പോവും. പിന്നെ വീട്ടില് അപ്പനമ്മയൊക്കെ തല്ലിയൊക്കെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ സെമിനാരി ചെന്ന സമയം മുതലാണെങ്കിലും കളിക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. ബാസ്കറ്റ്ബോൾ കളിക്കുമായിരുന്നു. ഇന്നും കളിക്കാനുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ കളിക്കാൻ അവസരം കിട്ടുമ്പോഴും എപ്പോഴും പോയി കളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമാണ് ഈ ഒരു കാര്യം കേൾക്കുമ്പോഴും കാണുമ്പോഴും കളിക്കുന്നത് കാണുമ്പോഴൊക്കെ. ബൈബിളിലെ സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളിൽ ഒരു സുന്ദരമായിട്ടുള്ളൊരു വചനം ഇങ്ങനെയുണ്ട്. അതെങ്ങനെയാണ് പറയുക? സ്വർണത്തെക്കാൾ അമൂല്യമാണ് ആരോഗ്യം എന്നുള്ളത്. നമ്മൾ പറയും സ്വർണ്ണം ഇന്ന് വില കൂടിക്കൊണ്ടിരിക്കുന്നു, അതിനേക്കാളും അമൂല്യമാണ് ആരോഗ്യം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇത്രയുള്ള ആരോഗ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണതയിലെ വീണ്ടും തിരികെ നേടിയെടുക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അത് സാധ്യമല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പറയും, ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഗിഫ്റ്റ് ആണ്. ഒരു പ്രാവശ്യം ഒരാൾക്ക് ലഭിക്കുന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ദാനമാണ് ആരോഗ്യം എന്ന് പറയുക. അത് ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ചടങ്ങിൽ ഹെൽത്ത് ക്ലബ് പരിശീലകൻ റിട്ടയർഡ് ഹവീൽദാർ AJ ജോസഫിനെ MLA പൊന്നാട അണിയിച്ച് ആദരിച്ചു. വാർഡ് മെമ്പർ സ്വാദിഷ് സത്യൻ, എളങ്കുന്നപ്പുഴ SC/ST സർവീസ് സഹകരണ സംഘം സെക്രട്ടറി MK സെൽവരാജ്, സെക്രട്ടറി K സജീവ്, ജോയിന്റ് സെക്രട്ടറി MJ ആന്റണി, ട്രഷറർ മുഹമ്മദ് അലി ജിന്ന, റിട്ടയർഡ് ക്യാപ്റ്റൻ സൂസമ്മ ആന്റണി എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ക്ലബ് ടീമിന്റെ പരേഡും ബാൻഡുമേളവും ഉണ്ടായിരുന്നു.